നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കാറുകളിൽ പിന്നിലെ യാത്രക്കാർക്കും സീറ്റ് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുന്നു. 2025 ഏപ്രിൽ മുതൽ പുതിയ നിബന്ധനകൾ നിലവിൽ വരുന്നതായിരിക്കും. നിലവിൽ പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണെങ്കിലും കർശനമല്ല. വാഹന പരിശോധനയിലും AI ക്യാമറകളിലും മുൻനിര യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് പരിശോധിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചാണ് നടപടി. 8 സീറ്റുള്ള വാഹനങ്ങൾക്കും ഇത് ബാധകമാണ്. സീറ്റ് ബെൽറ്റുകൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പുതിയ ഗുണനിലവാര വ്യവസ്ഥകൾ ഏർപ്പെടുത്താനാണ് കേന്ദ്ര തീരുമാനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജോബ് ഫെസ്റ്റ് ഈ 2024 ഓഗസ്റ്റ് മാസം 31-ാം തീയതി നടത്തപ്പെടുകയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് പങ്കെടുക്കുവാൻ അവസരമുള്ളത്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സ്കീമിൻ്റെ കീഴിൽ ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും കുസാറ്റും കൂടി സംയുക്തമായിട്ടാണ്. കുസാറ്റിൻ്റെ ക്യാമ്പസിൽ വെച്ചാണ് നിയുക്തി 2024 എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. SSLC, +2, ഡിഗ്രി, PG, BTech, പാരാമെഡിക്കൽ കോഴ്സുകൾ, ഡിപ്ലോമ, ITI തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാം. 10,000-ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച ക്ഷേമ പെൻഷൻ വിതരണം അത് ഓഗസ്റ്റ് മാസത്തിലെ മാത്രമല്ല സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശിക ഇനത്തിലുള്ള തുകയുടെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക ഈ വർഷം നൽകുമെന്നും അതുപോലെ തന്നെ പിന്നീടുള്ള 3 ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നും സർക്കാർ മുൻപ് തന്നെ അറിയിച്ചതാണ്. സാധാരണക്കാരുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പരമാവധി 3 മാസത്തെ 4,800 രൂപ പരമാവധി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതൊരു പക്ഷേ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഈ ആഴ്ച തന്നെ ആദ്യ ഗഡു വിതരണം ഉണ്ടാകും. അതിനുശേഷം ഓണത്തിന് മുൻപ് തന്നെ ശേഷിക്കുന്ന സഹായം 3,200 രൂപ വരെ പരമാവധി സർക്കാർ വിതരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. 3,000 കോടി രൂപയാണ് ഇതിനായിട്ട് സർക്കാർ കടമെടുക്കുന്നതെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. നാളെ ഓഗസ്റ്റ് 27-ാം തീയതി സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും. റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായിട്ടുള്ള ഇക്കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് പണം കടമെടുക്കുക. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3-ാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. തിങ്കളാഴ്ച ഇന്ന് ഓഗസ്റ്റ് 26-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,695 രൂപയിലും പവന് 53,560 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.